Friends, I am Dr. Rajendran, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ശബരിമലയ്ക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. വ്രതമെടുത്ത് 41 ദിവസമാണ് സാധാരണ വ്രതമെടുക്കുന്നത്. ഈ 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനിൽ എല്ലാം അർപ്പിച്ച് യാത്രയാകുന്ന ഒരു ഭക്തൻ്റെ മനസ്സിൻ്റെ ശക്തി ശ്രീ അയ്യപ്പനാണ്. പക്ഷേ ഇവിടെ മനസ്സിൻ്റെ ശക്തി മാത്രം പോരാ, ശാരീരികമായും ശക്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ വളരെ കഠിനമായ മലകയറ്റം ഒരു പരിധിവരെ അനായാസമാക്കാനുള്ള ചില മാർഗങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, ഈ വ്രതം മാലയിട്ട് കഴിഞ്ഞ് വ്രതം എടുത്തു കഴിഞ്ഞിട്ട് വ്രതം തുടങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യുക. കഴിവതും ഈ കോണിപ്പടി കയറിയുള്ള എക്സർസൈസുകളാണ് നല്ലത്. പിന്നെ എല്ലാവരും ഒരു മെഡിക്കൽ ചെക്കപ്പ്, ശബരിമലക്ക് പോകുന്ന എല്ലാവരും ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക. 40 വയസ്സിന് ശേഷമുള്ളവർ തീർച്ചയായും മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരിക്കണം. മെഡിക്കൽ ചെക്കപ്പിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബി പി കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്തണം. അതിനായിട്ടുള്ള മരുന്ന് മുടങ്ങാതെ കഴിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോകണം. അടുത്തത് ഡയബറ്റീസ്, ഷുഗറിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ ആ മരുന്ന് യാതൊരു കാരണവശാലും മുടക്കരുത്. ഷുഗർ കൺട്രോൾഡ് ആണോ എന്ന് നോക്കണം. കൺട്രോൾഡ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്തണം. ശബരിമല കയറുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഹൈപ്പോഗ്ലൈസീമിയ വരാൻ സാധ്യതയുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഷുഗർ കുറയുക. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വേർക്കും, ചിലപ്പോൾ വിറയൽ അനുഭവപ്പെടും, ബോധക്ഷയം, തലകറക്കം, നെഞ്ചിടിപ്പ്, ദേഷ്യം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ഒരാളിന് ഇങ്ങനെയൊക്കെ അനുഭവം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തന്നെ ഊഹിക്കാവുന്നതാണ്. അത് ഹൈപ്പോഗ്ലൈസീമിയയുടെ ആണ്. അതിന് ആയിട്ട് അദ്ദേഹം അപ്പം തന്നെ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലായനിയോ കുടിക്കുക. പഞ്ചസാര വെള്ളത്തിൽ കലക്കി കുടിക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലായനി ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കുക. പിന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കണം. അദ്ദേഹം കഴിക്കുന്ന മരുന്ന്, എടുക്കുന്ന ഇൻസുലിൻ, ഇതെല്ലാം കൂടെ കൊണ്ടുപോയിരിക്കണം. പിന്നെ അടുത്തത് കൊളസ്ട്രോളും കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് അപസ്മാരം വരുന്ന ആളുകൾ, കോട്ട് വരുന്ന ആളുകൾ അതിൻ്റെ മരുന്ന് യാതൊരു കാരണവശാലും മുടക്കരുത്. രാത്രി യാത്ര കഴിവതും അവോയ്ഡ് ചെയ്യുക. ഉറക്കം നിൽക്കരുത്. അഥവാ എന്നിട്ടും അവിടെ വെച്ച് കോട്ട എന്തെങ്കിലും വരികയാണെങ്കിൽ വൈദ്യസഹായം തേടുക. അടുത്തതായിട്ട് ഈ ആസ്മ വരുന്നവർ അതിൻ്റെ മരുന്ന്, സ്ഥിരം കഴിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആസ്മ വരികയാണെങ്കിൽ അവർ ഈ ഇൻഹേലർ ഉപയോഗിക്കാം. എന്നിട്ടും ഇത് കുറയുന്നില്ലെങ്കിൽ വൈദ്യസഹായം തേടുക. പിന്നെ ഭക്ഷണം കഴിവതും ഒഴിഞ്ഞ വയറായിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പിന്നെ ഈ കയറുന്നത് ഓടിച്ചാടി കയറാതിരിക്കുക. കഴിവതും റെസ്റ്റ് എടുത്ത് പതുക്കെ കയറുക. ഈ കയറുന്ന സമയങ്ങളിൽ കംപ്ലീറ്റ് ടൈമും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിവതും വർത്തമാനം
വേണ്ടാന്ന് വെക്കുക. ഇനി അടുത്തത്, ഇതൊരു ഫുഡ് പോയിസണിങ്ങിന് സാധ്യതയുള്ള ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അനേകം ആളുകൾ വന്ന് ചേരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് കഴിവതും വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. കുറച്ച് എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാം, പിന്നെ കുറച്ച് കുടിവെള്ളം കയ്യിൽ കരുതാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കഴിവതും വളരെ നീറ്റായിട്ടുള്ള വൃത്തിയുള്ള ഒരു ഭക്ഷണശാലയിൽ നിന്ന് മാത്രം എന്തെങ്കിലും മേടിച്ച് കഴിക്കുക. അടുത്തായി പറയാനുള്ളത്, ഈ ഹാർട്ട് അറ്റാക്ക് വന്നവർ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർ, ബൈപ്പാസ് സർജറി ചെയ്തവർ, ഇങ്ങനെയുള്ളവർ കഴിവതും ശബരിമലക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നു പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡോളി ഉപയോഗിക്കുക. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രായമാകുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കുത്തനെയുള്ള കയറ്റം, അങ്ങനെയുള്ള ചില ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അതാണ് പാട്ടിൽ തന്നെ പറയുന്നത്, കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് പറയുന്നത് അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറേ കൂടെ കൂടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് നെഞ്ചുവേദന തോന്നുകയോ അല്ലെങ്കിൽ ശ്വാസവിമിഷ്ടം കൂടുതലായിട്ട് തോന്നുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉടനെ നമ്മുടെ യാത്ര അത്യാവശ്യമായിട്ട് നിർത്തണം, വൈദ്യസഹായം തേടണം. ഇനി ഇത് പറയാനുള്ളത് സ്ത്രീകളെ പറ്റിയാണ്. സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് ശബരിമലയിൽ കയറാൻ വരുന്നത് എല്ലാം 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അവർ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെഡിക്കൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് മാലയിടൽ കർമ്മം. ശബരിമലക്ക് പോകാൻ മാലയിടാനായിട്ട് നമ്മൾ സാധാരണ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും അമ്പലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ കാൽ തൊട്ട് വന്ദിച്ച് അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. രാഹുകാലത്തിന് ഇറങ്ങരുതെന്നാണ് വെപ്പ്. പിന്നെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് മാലയിടാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് ശനിയാഴ്ച ദിവസങ്ങളും ഉത്രനക്ഷത്ര ദിവസങ്ങളുമാണ്. അല്ലാത്ത ദിവസങ്ങളിലും മാലയിടുന്നതിന് കുഴപ്പമില്ല. രാഹുകാലത്തിന് ഇറങ്ങരുതെന്നാണ് ഒരു വെപ്പ്. ഈ മാല സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പൂജിച്ച മാല ഗുരുസ്ഥാനീയരിൽ നിന്ന് നമുക്ക് വേണേൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ പല പ്രാവശ്യം ശബരിമലക്ക് പോയിട്ടുള്ളവരിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഈ മാലയിടുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു പോയിട്ടുള്ള പിഴകളെല്ലാം പൊറുക്കണം. അതുകൂടാതെ മല കയറി പൊന്ന് 18 പടി ചവിട്ടി സ്വാമിയെ ദർശിച്ച് സുഖമായിട്ട് തിരിച്ചു വരാനായിട്ട് അനുഗ്രഹിക്കണം എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ മാലയിടാൻ. അതിനുശേഷം കാമ ക്രോധ മോഹങ്ങളായ സകല ദുഷ്ചിന്തകളും ഒരു തേങ്ങയിൽ ആവാഹിച്ച് ഈ തേങ്ങ എറിഞ്ഞ് ഉടക്കണം. ഈ മാലകളിൽ ഏറ്റവും നല്ലത് രുദ്രാക്ഷമാല അല്ലെങ്കിൽ തുളസിമാല. ഇത് കഴിഞ്ഞ് മാലയിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരണം. വേറെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്രതം എടുക്കുന്ന കാര്യങ്ങളാണ്. പണ്ട് കാലത്ത് നമ്മൾ വ്രതമെടുക്കുന്നത് 41 ദിവസമാണ്. ഈ 41 ദിവസം വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു കുടിൽ കെട്ടി ആ കുടിലിൽ താമസിക്കും. അതിൽ വെജിറ്റേറിയൻ ഭക്ഷണം അവിടെ തന്നെ പാകം ചെയ്ത് കഴിക്കുന്നു. പിന്നെ നാമജപവും ഭജനകളും ഒക്കെ ആയിട്ട്
ഒരു മുഴുവൻ സമയം അയ്യപ്പ ഭക്തനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ജീവിക്കുന്നു. തറയിൽ വിരിയിട്ടിട്ട് അതിൽ കിടന്നുറങ്ങുന്നു. വീട്ടുകാരുമായിട്ട് അധികം ബന്ധം ഇല്ലാത്ത ഒരു ജീവിതം. ഇതൊന്നും ഇപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോഴത്തെ തിരക്ക് കാരണം ഈ 41 ദിവസം വ്രതം എടുക്കുക എന്ന് പറയണതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന് ഏറ്റവും കുറഞ്ഞത് 21 ദിവസവും എങ്കിലും എടുക്കുക. അതുപോലെ തന്നെ ഈ വീടിനടുത്തൊരു കുടിൽ കെട്ടുക, അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഒരു മുറി അതിനുവേണ്ടി സജ്ജീകരിക്കുക. അപ്പോൾ അടുക്കളയിൽ പോകരുത്. അന്നന്ന് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ അന്നന്ന് കഴിക്കുക. വെജിറ്റേറിയൻ ആയിരിക്കണം. 2 നേരം കുളിക്കണം. ക്ഷൗരം എന്ന് പറഞ്ഞാൽ മീശ പിടിക്കാൻ പാടില്ല, ദീക്ഷ പിടിക്കാൻ പാടില്ല, മുടിവെട്ടാൻ പാടില്ല, പിന്നെ ആഡംബരം പാടില്ല. മദ്യപാനം, പുകവലി ഇതുള്ളവർ അത് കംപ്ലീറ്റ് ഉപേക്ഷിക്കണം. പിന്നെ കോപിക്കരുത്, കള്ളം പറയരുത്, ഹിംസിക്കരുത്. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുക. പിന്നെ നമുക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോണതിന് കുഴപ്പമില്ല. പിന്നെ ശവസംസ്കാരം ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കരുത്. അഥവാ ശവസംസ്കാരത്തിൽ പങ്കെടുക്കേണ്ട സിറ്റുവേഷൻ വന്നുവെങ്കിൽ അടുത്ത വർഷം വരെ നമ്മൾ വ്രതം എടുത്തിട്ട് പിന്നെ മലക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പരിഹസിക്കരുത്, ശാസിക്കരുത്, പകലുറക്കം പാടില്ല. ഈ ശുദ്ധിയുടെ കാര്യം വീട്ടമ്മയും വളരെ സൂക്ഷിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. ആരെയും ശാസിക്കരുത്, വാക്കുകൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കരുത്. സന്ധ്യാനാമം വേണം, ഭജന ആകാം. വഴിയിൽ മലമൂത്ര വിസർജനം പാടില്ല. സിനിമ, സീരിയൽ, നാടകം ഇതിലേക്ക് ഈ ശൃംഗാരരസം ഉള്ള ഭാഗങ്ങൾ കാണുകയോ കേൾക്കുകയോ ഒന്നും പാടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വ്രതം എന്ന് പറയുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് നമുക്ക് ഈ കെട്ടുമുറുക്കിനെ പറ്റിയാണ് പറയുന്നത്. കെട്ടുമുറുക്ക് സാധാരണ ഒന്ന് ഈ വീട്ടിൽ വെച്ചാകാം, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചാകാം. അമ്പലത്തിൽ വെച്ചാകുകയാണെങ്കിൽ അത് നട തുറന്നിരിക്കുന്ന സമയത്തായിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ഈ ഇരുമുടിക്കെട്ട് താങ്ങി നമ്മുടെ തലയിൽ വെച്ച് തരാൻ നമുക്ക് ഗുരുസ്ഥാനീയരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ മൂത്തവർ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴും മലക്ക് പോയിട്ടുള്ളവർ, ഇവർക്കാർക്ക് വേണേലും നമുക്ക് ഈ ഇരുമുടിക്കെട്ട് നമ്മുടെ തലയിൽ താങ്ങിത്തരാൻ പറ്റും. അല്ല, ഇതിന് ഏറ്റവും പ്രാധാന്യം മാതാവിനാണ്. ഇരുമുടിക്കെട്ട് നമ്മുടെ തലയിൽ താങ്ങിത്തരാൻ ഏറ്റവും പ്രധാന ആള് മാതാവാണ്. അപ്പോൾ ഇത് നമ്മുടെ തലയിൽ താങ്ങിയിട്ട് നമ്മൾ തേങ്ങ ഉടച്ച് വീട്ടിൽ നിന്ന് യാത്രയാകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള അമ്പലത്തിൽ കയറിയിട്ട് ആണ് നമ്മൾ സാധാരണ പോകുന്നത്. അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകുന്നു. അവിടെയും ഒരു തേങ്ങ ഉടക്കുന്നു. അപ്പോൾ ഇനി പറയാനുള്ളത് ഈ ഇരുമുടിക്കെട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ നടക്കേണ്ടത്. അത് 2 കെട്ടുണ്ട്. ഒന്ന് മുൻകെട്ട്, 2 പിൻകെട്ട്. ഈ പിൻകെട്ടിന് വെള്ളംകുടി സഞ്ചി എന്നും പറയും, ചെറിയ സഞ്ചി. അപ്പോൾ ഈ മുൻകെട്ടിൽ നമുക്ക് വേണ്ടത് വെറ്റ പാക്ക് നാണയം, മഞ്ഞൾപ്പൊടി, ഉണക്കലരി, പിന്നെ നെയ്ത്തേങ്ങ. ഇത് ദേവന് നേദിക്കാനുള്ളത്. ഇനി അടുത്തത് ഈ പിൻസഞ്ചി, അല്ലെങ്കിൽ അതിന് വെള്ളംകുടി സഞ്ചി എന്നും ഒരു പേരുണ്ട്. അതിൽ അവിൽ, തേങ്ങ, കദളിപ്പഴം, ശർക്കര. പിൻകെട്ടിൽ അവിൽ, ശർക്കര, തേങ്ങ, കദളിപ്പഴം.
വറുത്തുപൊടി, മുന്തിരി, ഉണക്കമുന്തിരിങ്ങ, കൽക്കണ്ടം, ഇത്തരം സംഗതികളാണ്. ഇത് മാളികപ്പുറത്ത് അമ്മയ്ക്ക് നേദിക്കാനുള്ളതാണ്. അപ്പോൾ ശബരിമല കയറാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് കരുതുന്നത്. ഈ വീഡിയോ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.